الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم بنفسي وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا സ്നേഹധന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സംശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബിന്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തി റബ്ബ് തൃപ്തിപ്പെടുന്ന നല്ല അടിമകളായി ജീവിക്കുവാനും മരിക്കുവാനുമുള്ള അവസരം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഖുർആനിലെ സൂറത്ത് ത്വലാഖിൽ നിന്നെടുത്ത ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഏതൊരു വിജയത്തിന്റെ പിന്നിലും ഒരു ത്യാഗം ആവശ്യമാണ്. ത്യാഗത്തിന് തയ്യാറാകാതെ ഒരു കാര്യവും വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. അത് ദുനിയാവിലെ കാര്യമായാലും ശരി, പാരത്രിക ജീവിതത്തിലെ കാര്യമായാലും ശരി. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. വിദ്യാർത്ഥികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, വ്യവസായികളുണ്ട്, വ്യവസായ സ്ഥാലകളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ
വിവിധ ആവശ്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന്റെ പിന്നിൽ അതിൽ വിജയം കൈവരിക്കണമെങ്കിൽ ത്യാഗം എന്നുള്ള ഒരു കടമ അത് നിർബന്ധമാണ്. റിസ്ക് എടുക്കാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിലെ എല്ലാ കാര്യങ്ങൾക്കും റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ അതിന്റെ 10% പോലും ത്യാഗം സഹിക്കാൻ നമ്മൾ സന്നദ്ധമല്ല. അതുകൊണ്ട് വരാനിരിക്കുന്നത് ദുനിയാവിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും, പരലോകത്ത് നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു വിദ്യാർത്ഥി അവൻ പഠന സമയത്ത് ആ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജാഗ്രത കാണിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവന്റെ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അല്ല, ക്ലാസുകളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് അലസനായിക്കൊണ്ട് ഉഴപ്പനായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവന്റെ റിസൾട്ട് വരുമ്പോൾ അവൻ പരാജയപ്പെടും. അവന്റെ ഭാവി ജീവിതത്തിലും അവന് പരാജയം സംഭവിക്കും. ഒരു കർഷകനാണെങ്കിൽ ആ കർഷകന് കൃഷിയുടെ പിന്നാലെ നടന്നെങ്കിൽ മാത്രമേ അവൻ ആ കൃഷിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. വിത്തെറിഞ്ഞു പോയത് കൊണ്ട് മാത്രം ഫലം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതിന്റെ പിന്നിൽ അവന്റെ ത്യാഗം നിർബന്ധമാണ്. ഒരു വ്യവസായശാല നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അത് വിജയിപ്പിക്കണമെങ്കിൽ ആഹോരാത്രം അവൻ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്, ത്യാഗത്തിന് വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവന്റെ വ്യവസായശാല വളർത്തിയെടുക്കുവാനും വിജയിപ്പിക്കുവാനും അവന് സാധിക്കുകയുള്ളൂ. ഇത് ഭൗതികമായ ജീവിതത്തിലെ കാര്യമാണ്. എന്നാൽ പരലോകത്തിലേക്കും ഇങ്ങനെയൊരു ത്യാഗം നമുക്ക് ആവശ്യമാണ്. വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്നോ വെറുതെ അങ്ങ് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് ഈ പരലോക സുഖം ആസ്വദിക്കാമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. മറിച്ച് അവിടേക്ക് നമ്മൾ ആ സുഖ സൗകര്യങ്ങൾ നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സുഖ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാവണമെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതം ത്യാഗം സഹിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. ത്യാഗമില്ലാതെ ഒരിക്കലും നമുക്ക് പരലോകം രക്ഷപ്പെടുകയില്ല. ഈ ത്യാഗം സഹിച്ചതിന്റെ പേരിൽ ഇഹപര ജീവിതത്തിൽ വിജയം നേടിയവരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ ചരിത്രത്തിലും സഹാബത്തിന്റെ ചരിത്രത്തിലും അതിന് ശേഷം വന്ന സച്ചരിതരായ സലഫിസ് സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിലും നമുക്ക് വളരെ വ്യക്തമായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നത് അവർ ചെയ്ത ത്യാഗപൂർണമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഭൗതിക ജീവിതത്തിൽ വിജയം നേടാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ അവർക്ക് പാരത്രിക ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ ലഭിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ ഉണർത്തുകയുണ്ടായി. ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹ് ഇല്ലാ ബദ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു. ഇമാം അഹ്മദ് ഉദ്ധരിച്ച വചനമാണ്. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു കാര്യം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ നീ ഒരു ത്യാഗത്തിന് വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹു നിനക്ക് പകരം നൽകാതിരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു നിനക്ക് പകരം നൽകുക തന്നെ ചെയ്യും. അതിനേക്കാൾ ഉത്തമമായതിന് അള്ളാഹു നിനക്ക് പകരം നൽകും. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്ത് നമുക്ക് ഗുണം ലഭിക്കണമെന്ന വിശ്വാസത്തോടു കൂടി ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ മാറ്റിവെക്കുവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഈ ദുനിയാവിലെ സുഖ
സുഖലോലുപതയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ പകരമായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് വിഭാവനം ചെയ്യുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ചരിത്രം മാത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ആ സഹാബത്ത് ഭൗതികമായ ലബ്ധികൾ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ത്യാഗത്തിന് തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. അതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഇസ്ലാമിലെ ഹിജറ എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സർവ്വതും ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഹിജറ പോയിരുന്നത്. അവരുടെ സമ്പത്ത്, കച്ചവടം, കുടുംബം, കന്നുകാലികള്, കൃഷി എന്നിങ്ങനെയുള്ള എല്ലാ സുഖലോലുപതയുടെ അംശങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഒരു ത്യാഗത്തിന് വേണ്ടി തയ്യാറായി. എന്തിനു വേണ്ടി? ഈ ദീൻ നിലനിൽക്കണം, ഈ ആദർശം നിലനിൽക്കണം, ഈ ദീൻ ലോകത്തെ പ്രചരിപ്പിക്കണം. അതിനു വേണ്ടി ഞങ്ങളാൽ കഴിയുന്നത് ചെയ്ത് ത്യാഗം ചെയ്തുകൊണ്ട് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച്, ചരിത്രം നമുക്ക് അറിയാവുന്ന, ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ യാത്ര. കാരണം മക്കയിലെ മുശ്രിക്കുകൾ അവരെ ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. അവരുടെ ഒരു വസ്തുവും, കച്ചവട സാധനങ്ങളോ കന്നുകാലികളോ കൃഷിയോ സ്വന്തം ഭാര്യയെ പോലും കൂടെ കൂടാൻ അവർ അനുവദിച്ചിരുന്നില്ല. സ്വന്തം മക്കളെ പോലും കൂടെ കൂടാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ സ്വന്തം മക്കൾ വിശ്വാസികളാണ്, പിതാക്കൾ അവിശ്വാസികളാണ്, അവരെയും കൊണ്ടുപോകാൻ മക്ക മുശ്രിക്കുകൾ അനുവദിച്ചിരുന്നില്ല. എല്ലാം വിട്ടേച്ചുകൊണ്ടാണ് അവർ ത്യാഗത്തിന് വേണ്ടി തയ്യാറായത്. അങ്ങനെ ത്യാഗത്തിന് വേണ്ടി തയ്യാറായ, വെറും കയ്യോടുകൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആ മുഹാജിറുകളെ അവിടെയുള്ള ആളുകൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചതായിട്ടാണ് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അൻസാരികൾ എന്ന പേരും കൂടി ലഭിച്ചിരിക്കുന്നത്. സഹായിക്കുന്നവർ, സഹായിച്ചവർ. അങ്ങനെ അവരെ സഹായിച്ചു. ആ അൻസാരികളായ ആളുകൾ അവരിലുള്ള വസ്തുവകകൾ നൽകിക്കൊണ്ട്, വീടില്ലാത്തവർക്ക് തന്റെ വീടിന്റെ ഒരു പകുതി നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ കൃഷിഭൂമി ഇല്ലാത്തവർക്ക് തങ്ങളുടെ കൃഷിഭൂമിയുടെ പകുതി നൽകിക്കൊണ്ട്, കാൽഭാഗം നൽകിക്കൊണ്ട്, കച്ചവടത്തിന്റെ സൗകര്യങ്ങളില്ലാത്തവർക്ക് തങ്ങളുടെ കച്ചവടത്തിൽ പങ്കാളിയാക്കിക്കൊണ്ടും, അതുപോലെയുള്ള അങ്ങാടികൾ ചന്തകൾ കാണിച്ചു കൊടുത്തുകൊണ്ടും ആ അൻസാരികളായ ആളുകൾ മുഹാജിറുകളെ സഹായിച്ച ചരിത്രം നമ്മൾ മനസ്സിലാക്കിയവരാണ്. എന്നിട്ട് ആ സമുദായത്തെയാണ്, ആ സമൂഹത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തൻ വസത്ത, ഉത്തമ സമുദായമായി കൊണ്ട് വളർത്തിയെടുത്തത്. വെറും കയ്യോടുകൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ, അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ത്യാഗത്തിന് പോയ ഒരു സമൂഹത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത്. വജഅൽനാകും ഉമ്മത്തൻ വസത്ത, ഞാൻ നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. ആ സമുദായത്തിന് അല്ലാഹു ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവർ ലോകത്തിന്റെ മാതൃകാ യോഗ്യരായ ഒരു സമുദായമാക്കി ആ ജനവിഭാഗങ്ങളെ മദീനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയ ചരിത്രം നമ്മൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവർ ത്യാഗത്തിന് വേണ്ടി തയ്യാറായപ്പോൾ, സ്വന്തം ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു ഉത്തമ സമുദായമാക്കി മാറ്റി. അതോടൊപ്പം തന്നെ ഭൗതികമായ ജീവിതത്തിൽ വിവിധ സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ ആദരിച്ചതായിട്ടും ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു വരികയാണ്.
ഉമ്മത്തം വസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉമ്മത്തം വസത്ത് മധ്യമ സമുദായമായ ആ വിഭാഗം ആ കാലഘട്ടം വളരുകയാണ്. എന്നിട്ട് അവർ ലോകത്തിന്റെ പകുതിയോളം ഭരിക്കുന്ന രാജ്യത്തിന്റെ ഉടമകളായി തീർന്നു എന്നുള്ളതാണ് അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൂടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറും കൈയോടുകൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്തു കൊണ്ടുവന്ന ആ സമുദായത്തെ അള്ളാഹു ഉത്തമ സമുദായമാക്കുകയും ആ സമൂഹം ലോകത്തിന്റെ പകുതി രാജ്യം വരെ ഭരിക്കുന്ന രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭരണാധികാരികളാക്കി വളർത്തുകയും ചെയ്തു എന്നുള്ളത് അവർ ചെയ്ത ത്യാഗത്തിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹു നമുക്ക് നൽകിയ ഭൗതികമായ അനുഗ്രഹം മാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് പന്തലിക്കുകയുണ്ടായി. അത് വളർന്ന് പന്തലിച്ചു. വെറും കയ്യോടുകൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആ സമുദായത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ത്യാഗത്തിന് തയ്യാറായപ്പോൾ അവന്റെ ആ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ആ സമൂഹത്തെ വളർത്തിയത്. അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടുവാൻ ധൈര്യമുള്ള ഒരു ഭരണാധികാരി പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രക്കുമുള്ള ഇസ്സത്തും അതുപോലെ തന്നെ അന്തസ്സും അന്ന് മുസ്ലിം സമൂഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അവർ ചെയ്ത ത്യാഗത്തിന്റെ പരിണതഫലം മാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ നാലാളുകൾ ഖലീഫമാരായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു ഖലീഫമാരായി. അതോടൊപ്പം തന്നെ ആ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ പ്രവിശ്യകളിൽ നിരവധി ആളുകൾ ഗവർണർമാരാവുകയും അമീറന്മാരായി നിയമിക്കപ്പെടുകയും ചെയ്തു. അവരെല്ലാവരും ഈ ഒരു ത്യാഗത്തിന് വേണ്ടി തയ്യാറായ ആളുകളായിരുന്നു. സ്വന്തം ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എനിക്കെന്ത് നഷ്ടപ്പെട്ടാലും എന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്നത് ചെയ്യണമെന്നുള്ള ആ ആത്മാർപ്പണത്തിന്റെ ഫലമായിട്ടാണ് പല ആളുകളും അമീറന്മാരായി തീർന്നു, ഗവർണർമാരായിരുന്നു മുസ്ലിം പ്രവേശികളിൽ. അതോടൊപ്പം തന്നെ സ്വസ്ഥമായി ജീവിക്കുവാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ് അവർ കിട്ടിയ മറ്റൊരു അനുഗ്രഹം. സ്വസ്ഥമായിക്കൊണ്ട് ആരെയും പേടിക്കാതെ മക്കയിൽ ഏതൊരു അരക്ഷിതാവസ്ഥയിലായിരുന്നോ അവർ ജീവിച്ചിരുന്നത്, ഏതൊരു ബീഭത്സമായ അവസ്ഥയിലായിരുന്നോ അവർ ജീവിച്ചിരുന്നത്, അതിൽ നിന്ന് മാറിക്കൊണ്ട് സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി അവർക്ക് ബാക്കിയുള്ള ജീവിതം നയിക്കുവാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു അവർക്ക് ലഭിച്ച മറ്റൊരു അനുഗ്രഹം. അങ്ങനെ ആ ഹിജറയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സർവ്വത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മക്കയിൽ അദ്ദേഹം ധനാഢ്യനായിരുന്നു, തോട്ടങ്ങളുടെയും സമ്പത്തിന്റെയും ഉടമയായിരുന്നു. അദ്ദേഹം വെറും കൈയോടുകൂടിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയത്, ഹിജറ പോയത്. എന്തിനു വേണ്ടി? ഈ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായമാകുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വെറും കൈയോടുകൂടി മദീനയിലെത്തിയപ്പോൾ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കച്ചവടത്തിന്റെ പകുതി ഭാഗം ഞാൻ നിനക്ക് തരാം, നീ പോയി കച്ചവടം ചെയ്ത് ജീവിക്കുക. ഇദ്ദേഹത്തെ പറ്റി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇദ്ദേഹം ധനാഢ്യനാണ്. എന്നാൽ അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ഇവിടെ അങ്ങാടി കാണിച്ചു തന്നാൽ മതി എന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹം ചന്ത കാണിച്ചു കൊടുത്തു, അങ്ങാടി കാണിച്ചു കൊടുത്തു. അവിടെ തന്റെ തട്ടം വിരിച്ചുകൊണ്ട്, മുണ്ട് വിരിച്ചുകൊണ്ട്, തന്റെ കയ്യിലുള്ള ഉപകരണങ്ങളുമായിക്കൊണ്ട് അദ്ദേഹം കച്ചവടം ആരംഭിക്കുകയും അങ്ങനെ മക്കയിലുള്ളതിനേക്കാൾ സാമ്പത്തികമായ സ്രോതസ് നേടിയ ഒരു ഐശ്വര്യവാനായ ഒരു ധനാഢ്യനായി അബ്ദുറഹ്മാൻ ഔഫ് വീണ്ടും മാറുകയും ചെയ്തു. അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണം ആസന്നമായി കിടക്കുന്ന സമയത്ത് തന്റെ മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, അല്ലയോ മകനെ, ഉപ്പക്ക് മരണം ആസന്നമായിട്ടുണ്ട്. ഉപ്പയുടെ പേരിൽ പല സ്ഥലത്തും സ്ഥലങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, കാരക്കത്തോട്ടങ്ങളുണ്ട്, അതുപോലെ തോട്ടങ്ങളുണ്ട്. ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തുള്ള തോട്ടങ്ങൾ വിറ്റുകൊണ്ട് നീ ഇന്ന് മദീനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ
ഹിജറയിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ ജീവിക്കാൻ ഉപാധി നൽകണമെന്ന് മകനെ ഉപദേശിച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മരണമടയുന്നത്. നാം ആലോചിച്ചു നോക്കൂ, ഒരു ത്യാഗത്തിന് വേണ്ടി തയ്യാറായപ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഭൗതികമായ നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു, നല്ലതായ പാരത്രിക ജീവിതം നിങ്ങൾക്കുള്ളതാണെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ നമുക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും പാരത്രികമായിട്ടും നമുക്ക് രക്ഷയും സമാധാനം ലഭിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ നമ്മൾ സ്വല്പം ത്യാഗം ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട്. ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, മതത്തിന്റെ ഉദ്ബോധനത്തിന് വേണ്ടി, മതത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി നാം അല്പം ത്യാഗം ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പൂർവികരായ പല പണ്ഡിതന്മാരും അവരുടെ ജീവിതമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ഒരു ആദർശത്തിന് വേണ്ടി ജീവിച്ചതിന്റെ പേരിലാണ് ഇന്ന് മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അത് നമുക്ക് വരും തലമുറക്ക് കൈമാറാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദീനീ രംഗത്തെ ആത്മാർത്ഥമായി കൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർക്കുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ സന്നദ്ധമാകുമ്പോൾ മാത്രമേ ഇഹപര ജീവിതം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത്. ഇനി നമ്മുടെ നിത്യജീവിതമായിക്കൊണ്ട് ഈ ത്യാഗത്തെ നമ്മളൊന്ന് കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ഒരു ഉദാഹരണമാണ് ജമാഅത്ത് നമസ്കാരം. ഈ ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് ത്യാഗം ചെയ്യേണ്ട ഒരു കർമ്മം കൂടിയാണ്. പള്ളികളുണ്ട്, ബാങ്ക് വിളിക്കാൻ ആളുകളുണ്ട്, പള്ളിക്ക് നമ്മൾ പരിസംഖ്യ നൽകുന്നുണ്ട്, അതോടുകൂടി നമ്മുടെ ബാധ്യത തീരുന്നില്ല. അദ്ദേഹം വിളിക്കുന്നതിന് ഉത്തരം നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് അവിടെ ത്യാഗം എന്ന് പറയുന്നത്. ഹയ്യാല സ്വലാത്തെന്നും ഹയ്യാല ഫലാഹെന്നും കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ജമാഅത്ത് നമസ്കാരം, ആ ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പ്രവാചകൻ സൂചിപ്പിച്ചു. ഒറ്റക്കുള്ള നമസ്കാരത്തിനേക്കാൾ 27 ഇരട്ടി നമുക്ക് പ്രതിഫലമുണ്ട് ജമാഅത്ത് നമസ്കാരം. ഞാൻ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജമാഅത്താണ് സുബഹിന്റെ ജമാഅത്ത് എന്ന് പറയുന്നത്, പ്രതിഫലമുണ്ട്. എന്നാൽ ആ സുബഹിന്റെ ജമാഅത്തിൽ എഴുന്നേൽക്കുക എന്നുള്ള ത്യാഗത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തെ പറ്റി പ്രവാചകൻ സൂചിപ്പിച്ചത്, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അവന് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമുണ്ടെന്നാണ് പ്രവാചകൻ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ത്യാഗമാണ് മനസ്സിലാക്കേണ്ടത്. സുബഹിക്ക് എഴുന്നേൽക്കുക തയ്യാറാകണം. പിന്നെ പ്രവാചകൻ പഠിപ്പിച്ചു, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ആ ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമസ്കാരം ഇശാ നമസ്കാരം പ്രവാചകൻ സൂചിപ്പിച്ചു, മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തി ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈൽ. ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചതിന് തുല്യമാകുന്നു. അപ്പൊ ആലോചിക്കുമ്പോൾ ത്യാഗത്തിന് തയ്യാറാണ്.
ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക ഒരു ത്യാഗമാണ്. അതുപോലെ തയ്യാറായെങ്കിൽ മാത്രമേ അതിന്റെ പ്രതിഫലം നമുക്ക്, ഈ ത്യാഗത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രവാചകൻ സൂചിപ്പിച്ചു, രാത്രി കാലങ്ങളിൽ, ഇരുട്ടുള്ള രാത്രികളിൽ പള്ളിയിലേക്ക് പോകുന്നവരെ സന്തോഷ വാർത്ത അറിയിക്കുക. അന്നലഹും മിൻ നൂരി താമി യൗമൽ ഖിയാമ, അവർക്ക് പരലോകത്ത് ഖിയാമത്ത് പരിപൂർണമായ പ്രകാശമുണ്ടായിരിക്കും. അതായത് രാത്രി, ഇരുട്ടുള്ള രാത്രിയിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്നവരെ സന്തോഷ വാർത്ത അറിയിക്കും. അതേ നമസ്കാരമാണ്, അത് ഇശാഉം സുബഹിയുമാണ്. അവർക്ക് ലഭിക്കാനിരിക്കുന്നതാണ് ത്യാഗത്തിന്റെ ഫലമായിട്ട് അവർക്ക് ലഭിക്കാനിരിക്കുന്നതാണ് അന്നൂരി താം, പൂർണ്ണമായ പ്രകാശം ഈ യൗമൽ ഖിയാമ. അതുകൊണ്ടാണ് ഖുർആൻ സൂചിപ്പിച്ചത്, ആരെങ്കിലും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അള്ളാഹുവിന് ഒരു മാർഗം കാണിച്ചു കൊടുക്കും, ഒരു തുറസായ മാർഗം കാണിച്ചു കൊടുക്കുമെന്നാണ് സൂറത്ത് ത്വലാഖിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. ആ ഒരു മാർഗത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ജീവിതം വിജയിപ്പിച്ചെടുക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. ഇന്ന് നടത്തുന്ന കലക്ഷൻ കേന്ദ്ര പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. കാരണം വിവിധ സ്ഥലങ്ങളിൽ പള്ളിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പള്ളി നിർമ്മിക്കപ്പെട്ടു. അതുപോലെ തന്നെ എയർപോർട്ട് പുതിയ പള്ളിയിലെ പരിപൂർണ്ണ, അങ്ങനെ പല പള്ളികൾക്കുള്ള സഹായങ്ങളാണ് നമ്മൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന തുച്ഛമായ ഈ സദഖകളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ സംരംഭത്തോട് സഹകരിക്കും. മറ്റൊന്ന്, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്ന 3 വ്യക്തികൾ ഇന്ന് രോഗത്തിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 3 വ്യക്തികൾ രോഗത്തിന്റെ പൂർണ്ണമായ ശിഫാവ് നൽകി അനുഗ്രഹിക്കുന്നു. ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും നമ്മുടെ കയ്യിലേക്ക് വരുവാനും ആരാധനാ കർമ്മങ്ങളിൽ സജീവമാക്കുവാനും അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാണ്. മൂന്നാമത്തത്, നമ്മുടെ ഒരു സഹോദരി ഈ ആദർശ പ്രബോധന രംഗത്ത് സജീവമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി, MGM സ്റ്റുഡൻസ് വിങ്ങിന്റെ ഒരു പ്രവർത്തക, ഇന്നലെ ഈ ദഅ്വാരംഗവുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പാലക്കാട് ഉള്ളിയാണെങ്കിലും കണ്ണൂരിൽ വെക്കുന്ന ഒരു അപകടത്തിൽ മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. കരയതർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ മഴക്കത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുന്നു. അല്ലാഹു ഞങ്ങളിൽ വന്നുപോയി തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു ഞങ്ങൾ മുൻമറഞ്ഞു വരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണം. അല്ലാഹു ജീവിക്കുന്ന കാലത്തെയും ഭൗതികമായ ലബ്ധിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഭൗതികമായ ലബ്ധിയിൽ നിന്ന് ഉള്ള ത്യാഗം സഹിച്ചുകൊണ്ട് ദുനിയാ പാരത്രികമായ ആ വിജയത്തിലേക്ക് ഞങ്ങളെ ഏവരെയും എത്തിപ്പിക്കണം. والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم توفنا مسلما وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.